നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. തന്റെ ശാരീരിക വെല്ലുവിളികളെ അസാധാരണമായ കഴിവിലേക്ക് മാറ്റി ഭിന്നശേഷി പ്രതിഭകൾക്കുള്ള 2025 ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങിയ ഒരു യുവ പ്രതിഭയാണ് ഓച്ചിറ പ്രയാർ സ്വദേശി മുഹമ്മദ് യാസിൻ എന്ന 8ാം ക്ലാസ്സുകാരൻ. 80% ചലന വൈകല്യത്തോടെ ജീവിക്കുന്ന യാസിൻ കീബോർഡിലും അഭിനയത്തിലും പാട്ടിലും ചിത്രരചനയിലും പ്രാവീണ്യം നേടി ഏവർക്കും പ്രചോദനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. മുട്ടോളം മാത്രം വളർച്ചയുള്ള വലതുകൈകൊണ്ട് യാസിൻ കീബോർഡിൽ വായിക്കുന്ന സംഗീതത്തിന് പരിധികളില്ല. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തോട് അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു. കോവിഡ് കാലത്ത് അച്ഛൻ വാങ്ങി നൽകിയ ചെറിയ കീബോർഡാണ് വഴിത്തിരിവായത്. അതിൽ യാസിൻ വായിച്ച സ്വരങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തി. ഇതിനു പുറമെ കാൽവിരലുകളിൽ പെൻസിൽ കോർത്ത് മനോഹരമായ ചിത്രങ്ങളും യാസിൻ വരയ്ക്കും. പുരസ്കാര നിറവിൽ തന്റെ സന്തോഷവും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയാണ് മുഹമ്മദ് യാസിൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുഹമ്മദ് യാസീൻ. എനിക്ക് ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലക് പുരസ്കാരം ലഭിച്ചു. രാഷ്ട്രപതിയാണ് എനിക്ക് അവാർഡ് തന്നത്. എനിക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളും വേദികളും എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമാകണമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളും അവാർഡുകളും എല്ലാം എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ മാതാപിതാക്കൾക്കും എന്റെ അനുജനും എന്റെ ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും മറ്റെല്ലാ സ്നേഹമുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. എനിക്കൊരു കീബോർഡിസ്റ്റ് ആകണമെന്നും അതുപോലെ തന്നെ വലിയ വലിയ ബിഗ് ഈവന്റുകളിൽ എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രകൃതിക്കുമേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം, കാലാവസ്ഥാ വ്യതിയാനമടക്കം നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇതാ നമ്മുടെ കേരളത്തിൽ കണ്ടൽക്കാടുകളാൽ ഒരു ഹരിതവനം തീർത്തിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ മുരുകേശൻ. കൊച്ചിയിലെ തന്റെ നാട്ടുകാർക്കിടയിൽ മാൻഗ്രൂവ് മാൻ എന്നാണ് മുരുകേശൻ അറിയപ്പെടുന്നത്. 20 വയസ്സു മുതൽ മത്സ്യബന്ധനം നടത്തിവരുന്ന ഇദ്ദേഹം തന്റെ ഈ യാത്രകളിലാണ് കണ്ടൽക്കാടുകൾ കുറയുന്നതും തീരപ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന ചുഴലിക്കാറ്റുകളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നത്. വിവിധ സസ്യങ്ങൾ ഇടതൂർന്നു വളരുന്ന കണ്ടൽക്കാടുകൾ വലിയൊരു ഔഷധ കലവറയാണ്. അവയുടെ വേരുകൾ മത്സ്യങ്ങളെ ശ്വസിക്കാൻ സഹായിക്കുന്നു. കണ്ടൽക്കാടുകളുടെ അനേകം ഗുണങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ അവയുടെ പങ്കും തിരിച്ചറിഞ്ഞ മുരുകേശൻ 2013 കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനുള്ള ദൌത്യം ഏറ്റെടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രയത്നഫലമായി ഇന്ന് 1 ലക്ഷത്തിലധികം കണ്ടൽ ചെടികൾ കൊച്ചിയുടെ തീരത്ത് നിറഞ്ഞു നിൽക്കുന്നു. വെള്ളപ്പൊക്കത്തിനും മണ്ണൊലിപ്പിനുമെതിരായ പ്രതിരോധത്തിന്റെ ആദ്യ നിരയായി അറിയപ്പെടുന്ന ഈ സസ്യങ്ങൾ ചുഴലിക്കാറ്റിന്റെ സാധ്യത കുറയ്ക്കുന്നു. അവ പ്രകൃതിയുടെ വേലി പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് മുരുകേശൻ പറയുന്നത്. ഇത്തരം തിരിച്ചറിവുകൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ മനുഷ്യന്റെ പങ്ക് എത്ര വലുതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പച്ച പുതച്ച് കാറ്റിലുലഞ്ഞ് കതിരണിഞ്ഞു നിന്നിരുന്ന നെൽവയലുകൾ കേരളത്തിന്റെ ഹരിതാഭമായ പ്രകൃതിക്ക് മാറ്റുകൂട്ടിയിരുന്ന ഒരു ദൃശ്യവിരുന്നായിരുന്നു. ഇന്ന് ഇത്തരം കാഴ്ചകൾ ദുർലഭമാണ്. എന്നാലിതാ നമ്മുടെ കാർഷിക പൈതൃകം അടുത്തറിയാൻ ഒരവസരം. നെല്ലിനെ അറിയുക, സംരക്ഷിക്കുക എന്ന ബോധ്യം പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ വയനാട് ബത്തഗുഡെ പാരമ്പര്യ നെൽവിത്ത് സംരക്ഷണ കേന്ദ്രത്തിൽ സന്ദർശന ഫെസ്റ്റ് ആരംഭിച്ചു. തുമരുത നെല്ലറിയാൻ ഒരു യാത്ര എന്ന പേരിലാണ് സന്ദർശന ഫെസ്റ്റ് നടത്തുന്നത്. തിരുനെല്ലി പഞ്ചായത്തിലെ അടിമാരി പാടശേഖരത്തിൽ പ്രവർത്തിക്കുന്ന നെൽവിത്ത് സംരക്ഷണ കേന്ദ്രത്തിൽ 180 പരം വിത്തുകളാണ് സംരക്ഷിച്ചു പോരുന്നത്. സംരക്ഷിക്കുക മാത്രമല്ല, ഈ നെൽവിത്തിനങ്ങളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിന് ദേശീയ അംഗീകാരവും ഇവർ നേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും താൽപര്യമുള്ള മറ്റു ഗ്രൂപ്പുകൾക്കും നെൽവിത്തിനങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യാൻ ഈ സന്ദർശന ഫെസ്റ്റ് അവസരമൊരുക്കുന്നു. ഫെസ്റ്റിന്റെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് കുടുംബശ്രീ വയനാട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജയചന്ദ്രൻ KP. തുമരുദ്ധ
മലയാളത്തിൽ വയൽ വരമ്പ്. കുടുംബശ്രീ മിഷൻ വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി പൈതൃക നെൽവിത്തുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ബത്തഗുഡ്ഡെ. കാട്ടുനായ്ക്ക ഭാഷയിൽ നെൽക്കൂട്ടം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പദ്ധതിയിലൂടെ തദ്ദേശീയ മേഖലയിലെ ജനതയുടെ കാലങ്ങളായുള്ള കാർഷിക അറിവുകൾ ഉൾച്ചേർത്തുകൊണ്ട് സാംസ്കാരിക സ്വയം പര്യാപ്തതയുടെയും ജൈവ വൈവിധ്യ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും മാതൃകാ കേന്ദ്രമായി മാറുകയാണ് ബത്തഗുഡ്ഡെ. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും നെല്ല് വൈവിധ്യത്തെ അടുത്തറിയാനായി വർഷം തോറും ബത്തഗുഡ്ഡെ സന്ദർശക ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നു. നെല്ലറിവുകൾ പങ്കുവച്ചും പാട്ടും പറച്ചിലുകളുമായി പ്രകൃതിയുടെയും കാർഷിക അനുഭവങ്ങളുടെയും ഒരൊത്തുചേരലിനു വേദിയൊരുക്കുകയാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വയൽവരമ്പിലൂടെ ഒരുമിച്ചുള്ള നടത്തം, പൈതൃക നെൽവിത്തുകൾ പരിചയപ്പെടൽ, കർഷകരും തദ്ദേശീയ അറിവുകൾ പങ്കുവയ്ക്കുന്നവരുമായി നേരിട്ടുള്ള സംവാദം, തദ്ദേശീയമായി പാകപ്പെടുത്തിയ പുത്തൻ രുചി അനുഭവം, കാർഷികോപകരണങ്ങളുടെ പ്രദർശനം, തുടിയൊച്ചയും പാട്ടുകൂട്ടവും നെല്ലറിവുകളെക്കുറിച്ചുള്ള വ്യത്യസ്ത സെഷനുകളും പരിപാടികളുമായി തുമരുദ്ധ എന്ന പേരിൽ നടത്തപ്പെടുന്നു. ഈ വർഷം സ്കൂളുകളിലെയും ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകളിലെയും 268ഓളം കുട്ടികളെ ഇതിനകം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക വൈവിധ്യവും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ പാരമ്പര്യ അറിവുകളെയും അടുത്തറിയാനുള്ള ഈ പരിപാടിയിലേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഒരു പഴയ പത്രത്തിന് ഒരു സ്ത്രീയുടെ അവസാന പ്രതീക്ഷയായി മാറാൻ കഴിയുമോ? കഴിയും എന്ന് സ്വപ്രയത്നം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ സ്വദേശിനിയായ സുശീല ദേവി. 5 കുട്ടികളുമായി യാതൊരു സമ്പാദ്യവുമില്ലാതെ ജീവിതത്തിൽ ഒറ്റയ്ക്കായ ഇവർ നെയ്ത്ത്, തയ്യൽ, ബ്ലോക്ക് പ്രിന്റിംഗ് എന്നിവ പഠിച്ച് തന്റെ പ്രയാസങ്ങളെ മനക്കരുത്തുകൊണ്ട് നേരിടുകയായിരുന്നു. പിന്നീടൊരു നാൾ ധീരമായ ഒരു ആശയം എല്ലാം മാറ്റിമറിച്ചു. ഉപേക്ഷിച്ച പത്രങ്ങൾ സ്ട്രിപ്പുകളായി മുറിച്ച് സുശീല ഒരു കൈത്തറിയിൽ നെയ്യാൻ തുടങ്ങി. മഞ്ഞൾ, നീലം, ജമന്തി തുടങ്ങിയ പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് അവയ്ക്ക് നിറം നൽകി. ഈട് നിൽക്കുന്ന മനോഹരമായ ലാപ്ടോപ്പ് ബാഗുകൾ, ടോട്ട് ബാഗുകൾ, പൗച്ചുകൾ എന്നിവ നിർമ്മിച്ചു. ഇന്ന് ഈ ഉൽപ്പന്നങ്ങൾ അങ്ങ് അമേരിക്ക വരെ കയറ്റി അയക്കുകയാണ് ഈ വനിതാ സംരംഭക. ചെറിയ സമ്പാദ്യവും മിതമായ ബാങ്ക് വായ്പയും ഉപയോഗിച്ച് സുശീല ആരംഭിച്ച സ്വയം സഹായ സംഘം ഇന്ന് 50ഓളം ഗ്രാമീണ സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ പിന്തുണയ്ക്കുന്നു. ഒരിക്കൽ ജീവിതത്തിന് മുന്നിൽ വഴിമുട്ടി നിന്ന അവർ മാലിന്യം എങ്ങനെ സമ്പത്തായി മാറുമെന്നും ധൈര്യം അനേകം സ്ത്രീകൾക്ക് തൊഴിലായി മാറുമെന്നും തെളിയിച്ചിരിക്കുകയാണ്. പേപ്പർ പുനരുപയോഗം ചെയ്യുന്നതോടൊപ്പം തന്റെ ഭാവി തിരുത്തി എഴുതിയ സുശീല ദേവി സമൂഹത്തിന് മാതൃകയാണ്. പ്രകൃതിദത്തമായതും അല്ലാത്തതുമായ എത്രയെത്ര ശബ്ദങ്ങളാണ് നാം ദിവസേന കേൾക്കാറുള്ളത്. കിളികളുടെ മധുരനാദം, മഴയുടെ ശബ്ദം, മനസ്സിന് സന്തോഷം തരുന്ന ഇമ്പമുള്ള ഗാനങ്ങൾ, പ്രതീക്ഷ നൽകുന്ന നല്ല വാർത്തകൾ, അങ്ങനെ നമുക്ക് ചുറ്റും നിരവധി ശബ്ദ തരംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ കേൾവിശക്തി ഇല്ലാത്തവർക്ക് ഈ ശബ്ദങ്ങളെല്ലാം അന്യമാണ്. ഇപ്പോൾ ഇതാ ജനിതക കാരണങ്ങളാൽ ജനനം മുതൽ കേൾവിയില്ലാത്ത കാതുകൾക്ക് പ്രതീക്ഷയുടെ ശബ്ദം നൽകിയിരിക്കുകയാണ് ജീൻ തെറാപ്പി ഗവേഷണത്തിലെ പുതിയ കണ്ടെത്തലിലൂടെ ശാസ്ത്രലോകം. ബധിരതയ്ക്കുള്ള ചികിത്സയിലെ വലിയ മുന്നേറ്റമായാണ് ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ജനിതക ബധിരതയ്ക്കുള്ള ചികിത്സയിൽ ഇത് അതിയായ മുന്നേറ്റമാണ് എന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന നേട്ടമാണിതെന്നും സ്വീഡനിലെ ഗവേഷക സംഘാംഗങ്ങൾ പറയുന്നു. മനുഷ്യജീവിതം എളുപ്പമാക്കുന്നതും പരിമിതികൾ മറികടക്കാൻ സഹായിക്കുന്നതുമായ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളിലൊന്നായ ഈ കണ്ടെത്തലിനെ ഭാവിയിൽ കൂടുതൽ പേർക്ക് ശബ്ദത്തിന്റെ അത്ഭുതം വീണ്ടും അനുഭവിക്കാൻ വഴിതെളിക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.